ഇന്ന് ഡീകോഡ് ചെയ്യുന്നത് അങ്കോല ദുരന്തമാണ്. നിർണായക ഘട്ടത്തിലേക്ക് തെരച്ചിൽ കടന്നിരിക്കുന്നു. ലോറി നദിക്കടിയിലെന്നുള്ള സ്ഥിരീകരണത്തിന് ശേഷം ഇനി അത് കരയ്ക്കെത്തിക്കലാണ് പ്രധാന വെല്ലുവിളി. ആശ്വാസകരമെന്ന് പറയാൻ സാധിക്കില്ല, കാരണം 3 മനുഷ്യർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരുന്നത്. അതിൽ വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നു എന്ന് വേണം നിലവിലെ സാഹചര്യത്തെ പറയാൻ. അതൊട്ടും ആശ്വാസകരമല്ല. ഈ 3 മനുഷ്യരെ കിട്ടുന്നതുവരെ അത് അത്രത്തോളം ആശ്വാസമാകാനും പോകുന്നില്ല. പക്ഷേ നിർണായക ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. അതിനി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. ഈ മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. അവിടെ നിന്ന് വലിയ സാധ്യതകൾ ഈ മണ്ണ് നീക്കം ചെയ്താൽ ലഭിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അവിടെ നടത്തുന്ന തെരച്ചിലിൽ പല സാധനങ്ങളും കണ്ടുകിട്ടുന്നു എന്നുള്ളതും വലിയ കാര്യമാണ്. സംഭവത്തെ സംബന്ധിച്ച് കാലാവസ്ഥ അനുകൂലമായാൽ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം നീങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത്യാധുനിക ഡ്രോൺ അടക്കം നാളെ എത്തിച്ച് തെരച്ചിൽ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ആലോചനയിലാണ് രക്ഷാപ്രവർത്തകരുള്ളത്. അങ്കോലയിൽ നിന്ന് സുനിൽ ഐസക് ചേരുന്നുണ്ട്. മറ്റു വിവരങ്ങൾ വിശദമായി സുനിൽ പങ്കുവെക്കും. ധന്യ, ഷിരൂർ രക്ഷാദൌത്യത്തിന്റെ നിർണായകമായ 9ാം നാൾ എന്ന് വേണം ഇന്നത്തെ ദിവസത്തെ വിശേഷിപ്പിക്കാൻ. ഇന്ന് രാവിലെ 8 മണി മുതലാണ് രക്ഷാദൌത്യം ആരംഭിക്കുന്നത്. കര നാവികസേനകൾ രാവിലെ തന്നെ പുഴയിലേക്ക് ഇറങ്ങുന്നു. രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. പക്ഷേ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ സാധിച്ചില്ല. കാരണം കലങ്ങി മറിഞ്ഞ രീതിയിലായിരുന്നു പുഴ ആ സമയത്ത് ഒഴുകിക്കൊണ്ടിരുന്നത്. എങ്കിലും കര നാവികസേന അവിടെ പരിശോധന നടത്തി. അതിനിടയിലാണ് ഏതാണ്ട് 11:30 മണിയോടുകൂടി ലോങ് ബൂം എക്സ്കവേറ്റർ എത്തുന്നത്. അത് ഈ തെരച്ചിലിലെ ഏറ്റവും നിർണായകമായ കാര്യമാണ്. 20 അടി താഴ്ചയിൽ വരെ പരിശോധിക്കാൻ കഴിയുന്ന ആ സംവിധാനമാണ് ഈ മണ്ണുമാന്തി യന്ത്രത്തിനുള്ളത്. ആ മണ്ണുമാന്തി യന്ത്രം എത്തുന്നു. അത് കരയിൽ നിന്ന് പുഴയിലേക്ക് ഇടിഞ്ഞു കിടക്കുന്ന മണ്ണിന്റെ ഭാഗം പരിശോധിച്ചു തുടങ്ങുന്നു. മാത്രമല്ല അതിനു മുമ്പ് തന്നെ എവിടെ ട്രക്കുണ്ട് എന്നത് സംബന്ധിച്ച ചില നിർണായകമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ കൈമാറിയിരുന്നു. കാരണം സാറ്റലൈറ്റ് വിഷ്വൽസ് അതിനു മുമ്പ് തന്നെ ലഭിച്ചിരുന്നു. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് രാവിലെ മുതൽ തന്നെ ഏതാണ്ട് 11:30 മുതൽ തന്നെ ആരംഭിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം 3:45 കർണാടക റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നിർണായകമായ ട്വീറ്റ് വരുന്നു. അതായത് അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്ന നിർണായകമായ വിവരം അദ്ദേഹം ഔദ്യോഗികമായി തന്റെ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിടുന്നു. അത് വളരെ നിർണായകമായ ഒരു കാര്യമായിരുന്നു, ഒരു വാർത്തയായിരുന്നു. സ്വാഭാവികമായും പിന്നീടുള്ള നിമിഷങ്ങൾ ഏറെ ഉദ്വേഗജനകമായ നിമിഷങ്ങൾ തന്നെ എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. ആ ട്രക്കിനടിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ബൂം എന്ന് പറയുന്ന മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള വിശദമായ പരിശോധന ആ സമയത്ത് ആരംഭിക്കുന്നു. ആ പ്രദേശത്ത്, അതായത് അതിന്റെ കൃത്യമായ ലൊക്കേഷൻ കൂടി നമുക്ക് പറയണം. അതായത് കരയിൽ നിന്ന് കൃത്യം 40 മീറ്റർ മാറിയാണ് ട്രക്ക് ഉള്ളതെന്ന് കൃത്യമായി കണ്ടെത്തുകയും ചെയ്തു. അതനുസരിച്ച് ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു മണ്ണ് നീക്കമാണ് ആരംഭിച്ചത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് കനത്ത മഴയായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായത്. മാത്രമല്ല കൊടുങ്കാറ്റിന് സമാനമായ അതിശക്തമായ കാറ്റും അവിടെ ആഞ്ഞു വീശി. ഏതാണ്ട് 1.5-2 മണിക്കൂർ നേരത്തോളം അതിശക്തമായ മഴയുണ്ടാവുന്നു. പുഴയിൽ വെള്ളം കുത്തിയൊലിച്ചു വരുന്നു. അതേ തുടർന്ന് ഈ കര നാവികസേനാംഗങ്ങൾക്ക് ആ ഭാഗത്തേക്ക് പോലും എത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ഈ ഡിങ്കി ബോട്ടുകൾ, അതായത് യമഹ എഞ്ചിൻ ഘടിപ്പിച്ച ഡിങ്കി ബോട്ടുകളിലാണ് ഇവർ ഈ ഭാഗത്തേക്ക് എത്തുന്നത്. പക്ഷേ അതിന് ആ ഭാഗത്തേക്ക് എത്താൻ പോലും കഴിയാത്ത തരത്തിൽ മഴവെള്ളം കുതിച്ചെത്തുന്ന ഒരവസ്ഥ, പുഴവെള്ളം കുതിച്ചെത്തുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. വലിയ ശക്തമായ കാറ്റ് വീശുന്നു. അതോടുകൂടി പിന്നീട് ഏതാണ്ട് 6 മണിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതായത് കര നാവികസേനകളുടെ തെരച്ചിൽ വൈകിട്ട് 6 മണിയോടുകൂടി അവസാനിപ്പിച്ചു. അതിനുശേഷം കുറച്ച് സമയം കൂടി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള മണ്ണ് മാറ്റൽ നടത്തിയിരുന്നു. പക്ഷേ അങ്ങനെ മണ്ണ് മാറ്റുമ്പോഴും ഈ പുഴയിൽ അതിശക്തമായ ഒഴുക്കുള്ളതുകൊണ്ട് ഈ മണ്ണ് മാറ്റുന്ന ഭാഗത്തേക്ക് വീണ്ടും മണ്ണ് ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും നാളെ 10ാം നാളാണ്. ആ 10ാം നാൾ ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ ദിവസമായിരിക്കുമെന്ന് 100% ഉറപ്പാണ്. നാളെ ട്രക്ക് പുറത്തെത്തിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരും സ്ഥലം MLAയും അടക്കമുള്ള ആളുകൾ പങ്കുവെക്കുന്നത്. SP യും അതുപോലെ തന്നെ സ്ഥലം MLA അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളോട്
പങ്കുവെക്കുന്നത് ആ ആത്മവിശ്വാസമാണ്. അതായത് ട്രക്ക് നിലവിൽ തല കുത്തി മറിഞ്ഞു കിടക്കുന്ന തരത്തിലാണ് ഈ വെള്ളത്തിൽ പതിച്ചു കിടക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ. ആദ്യം ട്രക്ക് പുറത്തെത്തിക്കുന്നതിനല്ല പ്രഥമമായ പരിഗണന നൽകുന്നത്, മറിച്ച് അർജുനെ കണ്ടെത്തുക എന്നത് തന്നെയാണ്. ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് നാളത്തെ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം. അതിനുവേണ്ടി ഏറ്റവും ആധുനികമായ റഡാർ സംവിധാനങ്ങൾ നാളെ എത്തുന്നുണ്ട്. ഡ്രോൺ റഡാറുകളാണ് നാളെ എത്തുന്നത്. 2 ഡ്രോൺ റഡാറുകൾ. ആ 2 ഡ്രോൺ റഡാറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ മനുഷ്യന്റെ സാന്നിധ്യം എവിടെയാണ് ഉള്ളതെന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയുന്ന റഡാറുകളാണ് നാളെ ഇവിടേക്ക് എത്തുക. ആ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയാൽ അർജുൻ ട്രക്കിന്റെ ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് കണ്ടെത്താൻ കഴിയും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതിന് തൊട്ടു പിന്നാലെ തന്നെ സ്കൂബ ഡൈവിംഗ് സംഘം, നാവികസേനയുടെ സംഘം അവർ പുഴയിലേക്ക് ഇറങ്ങും. അവർ പുഴയിലിറങ്ങി ഈ അർജുനെ ട്രക്കിനുള്ളിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തെടുക്കും. അർജുനെ പുറത്തെടുക്കുന്നതിനാണ് ആദ്യ പരിഗണന എന്ന് ഞാൻ പറഞ്ഞു. അർജുനെ പുറത്തെത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ട്രക്ക് മുകളിലേക്ക് കരയിലേക്ക് എടുക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. മാത്രമല്ല അർജുൻ മാത്രമല്ല, മറ്റ് 2 പേർ കൂടി ഇപ്പോൾ നിലവിൽ മിസ്സിംഗ് ആണ്. ആ 3 പേരെ, അർജുൻ അടക്കം 3 പേരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഈ നിലവിലുള്ള ഈ ഡ്രോൺ റഡാർ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ ആ 3 പേരെയും കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 3 പേരെയും പുറത്തെടുക്കുക എന്ന ദൗത്യവും നാളെ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിനുശേഷം ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി പുറത്തെടുക്കുക എന്ന ദൗത്യമാണ് ഉണ്ടാവുക. അത് ഏറ്റവും ഒടുവിലായിരിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആദ്യം അർജുനെ പുറത്തെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർജുനെ ആദ്യം പുറത്തെടുക്കും. അതിനുശേഷം മാത്രമായിരിക്കും ലോറി പുറത്തേക്ക് എടുക്കുക. ക്രെയിൻ ഉപയോഗിച്ച് ലോറി പുറത്ത് എത്തിക്കും. ആ ക്രെയിൻ ലോറി എത്തിക്കേണ്ട സ്ഥലം, അതായത് കൊണ്ടുവന്ന് എടുത്ത് പുറത്തേക്ക് വെക്കേണ്ട സ്ഥലം അടക്കം ആ പ്രദേശത്ത് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം നാളെ എല്ലാ തരത്തിലുള്ള ജില്ലാ ഭരണകൂടം എല്ലാ തരത്തിലുള്ള അലേർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ള ആളുകളോട് അവിടേക്ക് പ്രവേശനമില്ല എന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് അതിന് ചില സാങ്കേതിക കാര്യങ്ങളുണ്ട്. അതായത് ഈ മൊബൈൽ ആ പ്രദേശത്ത് ഉപയോഗിക്കാൻ പാടില്ല. മൊബൈലിൽ നിന്നുള്ള സിഗ്നലുകൾ ഈ റഡാർ സിഗ്നലുകളെ വലിയ തോതിൽ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഉപയോഗിക്കരുത്. അതുകൊണ്ട് മറ്റാളുകളോട് ആരോടും അവിടേക്ക് വരരുത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ സജ്ജീകരണങ്ങൾ ജില്ലാ ഭരണകൂടം നാളെ തയ്യാറാക്കിയിട്ടുണ്ട്. ആംബുലൻസുകൾ, അതുപോലെ തന്നെ ഈ ക്രെയിൻ, മറ്റ് സംവിധാനങ്ങൾ, എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയ റഡാറുകൾ, അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് നാളെ ഈ ദൗത്യത്തിന്റെ ഷിരൂർ ദൗത്യത്തിന്റെ 10ാം നാൾ നാളെ സർവ്വസജ്ജമായി തന്നെയാണ് ജില്ലാ ഭരണകൂടം നാളെ രക്ഷാ ദൗത്യത്തിന് ഇറങ്ങുക. സുനിൽ പറഞ്ഞതുപോലെ ഈ 9ാം ദിനത്തിലാണ് വളരെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. ഇവിടെ 20 മീറ്റർ അപ്പുറത്തേക്ക്, റോഡിൽ നിന്ന് 20 മീറ്റർ അപ്പുറത്തേക്ക് 15 മീറ്റർ താഴത്തിലാണ് ഈ വണ്ടി കിടക്കുന്നത് എന്നുള്ള, ലോറി കിടക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ്. അപ്പം അത്രയും അടിയിലേക്ക് എത്തി കാര്യങ്ങൾ ചെയ്യാൻ നിലവിലെ കാലാവസ്ഥ അനുവദിക്കുന്നില്ല, സാഹചര്യം അനുകൂലമല്ല എന്നുള്ളതാണ് പ്രധാന വെല്ലുവിളി. സ്ഥലത്ത് നേരത്തെ തന്നെ MLA ഒക്കെ പറയുന്നുണ്ടായിരുന്നു കാലാവസ്ഥ വളരെ മോശമാണ്, അവിടെ യാതൊരു തരത്തിലുമുള്ള പ്രവൃത്തി ഈ കാലയളവിൽ തന്നെ പെയ്തിട്ടുള്ളതിൽ ഏറ്റവും കൂടിയ മഴയും പെയ്യുന്നു എന്നൊക്കെയുള്ളത് വളരെ ദോഷകരമായ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിനെയൊക്കെ അതിജീവിച്ച് ഇത്രയും ദിവസം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും ഫലം കാണാതെ പോയില്ല എന്നാണ് ഈ 9ാം ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്രയധികം സാങ്കേതിക വിദ്യകൾ, യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇതിനുള്ളിൽ നിന്ന് ഇത് കണ്ടെത്തി എന്നുള്ളതിൽ തന്നെ വലിയ കാര്യമായി ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. ഇത് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും പക്ഷേ ഈ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് ഇത് ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. അവരുദ്ദേശിച്ച തരത്തിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ നേരത്തെ ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകിയതാണ് ഇത്രയധികം പ്രശ്നങ്ങളിലേക്ക് കാര്യം, ഈ 9 ദിവസങ്ങളിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിച്ചത് എന്നൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊരു പിക്ചർ ആദ്യമേ ആയി വന്നിരുന്നില്ല. കർണാടക സർക്കാരിനാണെങ്കിലും നമ്മൾ ഇത് അറിയുമ്പോഴാണെങ്കിൽ പോലും മാധ്യമങ്ങളിലൂടെയാണ് ഇത്രയധികം കാര്യങ്ങൾ ആളുകളിലേക്കും ജനപ്രതിനിധികളിലേക്കും സർക്കാരുകളിലേക്കും ഒക്കെ എത്തിയതെങ്കിൽ കൂടി അത് വൈകി എന്നുള്ള തരത്തിലായിരുന്നു. പക്ഷേ ആദ്യം നടത്തിയിരുന്ന നോട്ടം അവിടെ തന്നെയായിരുന്നു, റോഡിലായിരുന്നു, മലയോട് ചേർന്ന് മണ്ണിടിഞ്ഞ ആ ഭാഗത്തായിരുന്നു.
അത് കഴിഞ്ഞതിന് ശേഷം സെർച്ചിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പുഴയിലേക്ക് 2 ദിവസമായിട്ടേ ഉള്ളൂ പുഴയിലെ സെർച്ചിങ്. പക്ഷേ അതിനുപയോഗിച്ചിരിക്കുന്ന യന്ത്രങ്ങളും അതിന് ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയും തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഉള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാലാവസ്ഥ അനുകൂലമായാൽ വീണ്ടും തെരച്ചിൽ നടത്തുക, ഈ സമയമൊന്നും വെക്കാതെ തെരച്ചിൽ നടത്തുമെന്നൊക്കെ നേരത്തെ സ്ഥലം MLA നമ്മളോട് പ്രതികരിച്ചിരുന്നു. കാരണം അത്രയധികം നിർണായകമായ ഒരു സൂചന ഈ റഡാറിൽ, നേവിയാണ് ഈ ഫോട്ടോ, നമ്മൾ വൈകുന്നേരമൊക്കെ ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഫോട്ടോ, ഇത് കണ്ടെത്തിയിരിക്കുന്നത് 2 ലോഹ വസ്തുക്കൾ എന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊന്ന് അർജുന്റെ ലോറിയാണ് എന്നുള്ള സ്ഥിരീകരണം പിന്നീട് പോലീസ് നടത്തുകയായിരുന്നു. അപ്പം ഈ ലോഹം എന്താണ് എന്നുള്ളത് കണ്ടെത്തണം. ഇത് മുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രയാസമേറിയ കാര്യം. കാരണം 15 മീറ്റർ അടിയിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര താഴെയാണ് ലോറി കിടക്കുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല വെല്ലുവിളി, അതിന്റെ മുകളിൽ അത്രയും മണ്ണും കല്ലും അടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത് നീക്കം ചെയ്ത് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ശ്രമകരമായ ജോലിയാണ്. അത് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അവിടെ നേരത്തെ നേവി അതിനുള്ള ശ്രമം നടത്തി, ഡീപ് ഡൈവേഴ്സ് അതിനുള്ള ശ്രമം നടത്തി, ഇതിലൊരു കൊളുത്തിടാനുള്ള ശ്രമം നടത്തിയിട്ട് പോലും ഈ അടിയൊഴുക്ക് കാരണം അവർക്ക് അതിന് സാധിച്ചിരുന്നില്ല. പക്ഷേ കൂടുതൽ യന്ത്രങ്ങളും കൂടുതൽ സാധ്യതകളുമെല്ലാം നാളെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തകരും അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ ജനപ്രതിനിധികളുമൊക്കെ നമ്മളോട് പ്രതികരിച്ചത്. നമ്മളും ആ പ്രതീക്ഷയിലാണ്.